ഫാത്തിമ ബീവിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടൊക്കെ പോകണം, എവിടെയൊക്കെ പറയണം? കാരണം ഉമ്മു അബീഹ, ഫാത്തിമത്തു സഹ്റാഇൻ്റെ ഒരു ഓമന പേരാണ് ഉമ്മു അബീഹ. അവരുടെ ബാപ്പായുടെ ഉമ്മയായിരുന്നു അവർ. അത് മനസ്സിലാക്കാൻ കുറച്ച് ചിന്തിക്കണം. അതെ, ഫാത്തിമ ബീവി അവരുടെ ബാപ്പായുടെ ഉമ്മയായിരുന്നു, മാതൃസ്ഥാനത്താണ് പ്രവർത്തിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാതൃസ്ഥാനം വഹിച്ച 5-6 തിരുവനിതകളുടെ ചരിത്രം നമുക്കറിയാം. ഒന്നാമതായി ജന്മം നൽകിയ ബീവി ആമിന റളിയല്ലാഹു അൻഹ. എന്നാൽ ഫാത്തിമ ബീവിയെപ്പോലെ അതിനു മുൻപ് കടന്നു വന്ന ഒന്ന് ആമിന ബീവി തന്നെ, മറ്റൊന്ന് ചെറുപ്പത്തിൽ വളർത്തിയ 6-ാമത്തെ വയസ്സിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുമ്പിൽ വെച്ച് ആമിന ബീവി അബവായിൽ വെച്ച് കടന്നു പോയപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തത് ഉമ്മു ഐമൻ ബറക്ക അൽ ഹബഷിയ്യ റളിയല്ലാഹു അൻഹ, ആ ഒരു മാതാവാണ്. അതിനിടക്ക് മാതൃസ്ഥാനത്തേക്ക് വന്ന ഒരു ഭാഗ്യവതിയുണ്ട്, നാം മറക്കരുത്, ബീവി ഹലീമ അസ്സഅദിയ്യ റളിയല്ലാഹു അൻഹ. മുലയൂട്ടി വളർത്തിയത് ഹലീമയാണ്. അപ്പോൾ ആമിന ബീവി, ഹലീമ ബീവി, ഉമ്മു ഐമൻ, ബറക്കത്തുനിൽ ഹബഷിയ്യ. പിന്നെ മാതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന ഒരു ഉമ്മയുണ്ട്, അവരുടെ പേരും ഫാത്തിമ തന്നെയാണ്, ഫാത്തിമ ബിന്തു അസദ്. അതായത് അലിയുബിൻ അബി ത്വാലിബിൻ്റെ ഉമ്മയായ അബൂ ത്വാലിബിൻ്റെ പത്നിയായ ബഅദ ഉമ്മി എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഘോഷിച്ച ഫാത്തിമ ബിന്തു അസദ് റളിയല്ലാഹു അൻഹ തിരുനബിക്ക് ബന്ധപ്പെട്ട മാതൃസ്ഥാനത്തുള്ളവരായിരുന്നു. മറ്റാരുമല്ല, ഖദീജത്തുൽ കുബറയുടെ വിയോഗത്തിൻ്റെ ശേഷം അതിൻ്റെ മുൻപും മാതൃസ്ഥാനത്ത് പരിചരണം കൊടുത്ത് പരിലാളന കൊടുത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സേവനം ചെയ്ത് അരുമയായി കൊണ്ടു നടന്ന ഉമ്മയായിരുന്നു, മാതൃസ്ഥാനത്ത് ഭാഗ്യവതിയായിരുന്നു ബീവി ഫാത്തിമത്തു സഹ്റ. അതുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത് ഉമ്മു അബീഹ എന്നാണ്. പ്രത്യേകിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരുനബിയുടെ ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞ സന്ദർഭത്തിൽ മറ്റ് ഭാര്യമാരൊന്നും അക്കാലത്ത് തിരുനബിയുടെ കൂടെ ഇല്ലല്ലോ, അവിടുന്ന് കല്യാണം മറ്റൊന്നും അന്ന് കഴിച്ചിട്ടില്ല. എന്നാൽ ഒരു പുരുഷന്, ഒരു വ്യക്തിക്ക് വൈയക്തികമായി ഉണ്ടാകുന്ന ആവശ്യങ്ങളിലെല്ലാം ബീവി ഫാത്തിമത്തു സഹ്റ കൂടെ ഉണ്ടാകും. അവിടുന്ന് വിയോഗം വരിക്കുന്നത് വരെ ഫാത്തിമ ബീവി അപ്രകാരം കൂടെ നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവിയുടെ ജീവിതത്തെ ആവിഷ്കരിക്കുമ്പോൾ അത് റസൂലുള്ളാഹിയുടെ ജീവിതമാണ്. മുത്തുമലയിലെ രത്നമാണ് ബീവി ഫാത്തിമത്തു സഹ്റ.